പ്രതിസന്ധി നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ട്. അത് നമുക്ക് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ ഈ റവന്യൂ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം നമ്മൾ പെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ ശമ്പളം എന്നിവയ്ക്ക് വേണ്ടിയൊക്കെയാണ് കൊടുക്കുന്നത്. ബാക്കി വരുന്ന ശതമാനമാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ ആരോഗ്യ മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് കിട്ടുന്ന സമയം. അപ്പോൾ ഈ കേന്ദ്ര തലങ്ങളിൽ നിന്നുള്ള ഒരു സഹായം കൂടെ നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ കേരള സർക്കാരിന് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രളയം, അതുപോലെ തന്നെ അതിനുശേഷം നടന്ന നമ്മുടെ വയനാട് മേഖലകളിൽ നടന്ന ആ വലിയൊരു പ്രതിസന്ധി, അതിനെയൊക്കെ തരണം ചെയ്യാനെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ഇതുപോലെ പ്രളയം നടന്നപ്പോൾ കോടികളുടെ അതുപോലെയുള്ള സഹായങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ പ്രധാനമന്ത്രി വന്ന് ഈ പ്രദേശങ്ങൾ, ചൂരൽ മേഖലകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം പോയിട്ട് പോലും ₹1 പോലും സഹായം കിട്ടിയില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് മേഖലകളിൽ കഴിവതും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മസ്തിഷ്ക ജ്വരം മൂലമുള്ള ആ ഒരു പ്രതിസന്ധി. അതുമായിട്ട് ബന്ധപ്പെട്ടും വേണ്ട ക്രോഡീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു കാലതാമസമൊക്കെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചോളം ഈ 10 വർഷത്തെ പ്രവർത്തനം വളരെയധികം നല്ല രീതിയിൽ പോയി. പ്രത്യേകിച്ച് കോഴഞ്ചേരി പാലത്തിൻ്റെ പണി കുറച്ചൊക്കെ ഡിലേ വന്നു. അത് കോൺട്രാക്ടറിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല. എങ്കിലും ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പത്തനംതിട്ട മേൽപ്പാലത്തിൻ്റെ പണിയും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട വീണയെ സംബന്ധിച്ചോളം അവരുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഈ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ശൈല ടീച്ചറായിരുന്നോ അതോ വീണ ജോർജ് ആയിരുന്നോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്? അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടേണ്ട ഒരു കാലമായിരുന്നു. കാരണം നമുക്ക് കോവിഡ് മൂലം ഉണ്ടായ വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വളരെ ഭംഗിയായ രീതിയിൽ ശൈല ടീച്ചർ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഇവർ രണ്ടുപേരെയും കൂടെ അങ്ങനെ താരതമ്യപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയില്ല. എങ്കിൽ തന്നെ ശൈല ടീച്ചർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് എൻ്റെ വിലയിരുത്തൽ. രണ്ടുപേരെയും തമ്മിൽ രണ്ട് രീതിയിലേ നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയുള്ളൂ. മറ്റേ ഒരു മുതിർന്ന നേതാവാണ്. കാരണം വീണ ജോർജിനെ സംബന്ധിച്ചോളം പാർട്ടി രംഗത്ത് വന്നിട്ട് ഒരു 10 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം പാർട്ടിയിൽ നേരത്തെ വന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ടീച്ചർക്ക് ഒന്നുകൂടെ ആധികാരികമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ മാധ്യമപ്രവർത്തകയായിട്ടാണ് വീണ ജോർജ് രംഗത്ത് വന്നത്. ഈ മാധ്യമപ്രവർത്തകയായിട്ട് ഉള്ള വീണ ജോർജിനെയാണോ അതോ മന്ത്രി എന്നുള്ള വീണ ജോർജിനെയാണോ കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുന്നതാണ് എനിക്ക് കൂടുതൽ. ഞാൻ കേട്ടിട്ടുള്ളതിൽ വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ രംഗത്ത് വളരെയധികം ശോഭിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജിനാണോ? അതെ. വീണ ജോർജ് ഇനി നിന്നാ ജയിക്കുമോ ആറന്മുളയിൽ? ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വല്ലാതെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴേ ഈ കോൺഗ്രസിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രതിസന്ധി, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലും പ്രതിസന്ധിയുണ്ട്. എങ്കിൽ തന്നെ എൻ്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും നിന്നാൽ വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ. ഈ ഇടത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി എങ്ങനെ വിലയിരുത്തുന്നത്? നമ്മൾ രണ്ട് മുന്നണി UDF സർക്കാർ കഴിഞ്ഞ ശേഷം ഇപ്പോൾ 10 വർഷമായി LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നേരത്തെയുള്ള അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ഒരു ജനകീയൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത സർക്കാർ വന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, ഈ പ്രതിസന്ധികളുടെ നടുവിൽ കേരളം നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ വികസന രംഗങ്ങളിൽ പുറകോട്ട് പോകാതെ തന്നെ എത്രയും മുന്നോട്ട് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ ഭക്ഷ്യരംഗത്തും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ കാർഷിക രംഗം ഒക്കെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ ഉണ്ടായ മന്ത്രിസഭയുടെ ഒരു തീരുമാനം, വന്യജീവി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം വന്നത് കർഷകരെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചോളം നല്ലൊരു തീരുമാനമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഈ 5 വർഷത്തേക്കാൾ അതിനു മുമ്പുള്ള 5 വർഷമാണ് ഒന്നുകൂടെ മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം
BJP-യിലും അതുപോലെ തന്നെ കോൺഗ്രസ്സിലും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും വളരെയധികം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ഭരണം വരുമ്പോൾ ഈ മുന്നണിയിൽ തന്നെ വ്യത്യാസം വരുമോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ആ ഒരു വിലയിരുത്തൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു എന്നൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. അത് ചിലപ്പോൾ യാഥാർത്ഥ്യമായാൽ നമുക്കൊന്നും പ്രചരിക്കാനായിട്ട് കഴിയത്തില്ല. ഇതുപോലെ മുന്നണി പോവുകയാണെങ്കിൽ പിണറായി സർക്കാർ ഒരു ടേമൂടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം. 2024 തെരഞ്ഞെടുപ്പിൽ UDF വരുമോ LDF വരുമോ NDA വരുമോ? സാറിന് ഒരു വ്യക്തമായൊരു വിശകലനം എങ്ങനെയാണ്? എൻ്റെ വിശകലനം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും LDF-ന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അധികാരത്തിൽ LDF വരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും വിലയിരുത്തലും. ആരായിരിക്കും മുഖ്യമന്ത്രിയാകാൻ സാധ്യത? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെ വരാനാണ് സാധ്യത. കാരണം അടുത്ത ഒരാൾ എന്ന് പറയത്തക്കവണ്ണം മുന്നോട്ട് ഇതുവരെ ഇടതുപക്ഷത്തുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയല്ല, പല നേതാക്കന്മാരുണ്ട്. എന്നാൽ പിണറായിയുടെ ആരോഗ്യസ്ഥിതിയും അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പിണറായി തന്നെ വരാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കേന്ദ്രത്തിൽ കോൺഗ്രസ് എത്താനുള്ള വിദൂര സാധ്യതയെപ്പറ്റി എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വളരെ അടുത്ത് എത്തി. എന്നാൽ ഈ ചില സംസ്ഥാനങ്ങൾ വരുമ്പോൾ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വോട്ട് ലഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൽ നിന്ന് മാറ്റം രാഹുൽ ഗാന്ധി യെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നല്ലതായ രീതിയിൽ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ ചില സഖ്യകക്ഷികളോട് ചേരുകയും ഇത് ഉലച്ചിലില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കോൺഗ്രസ് മുന്നണി ഇതേ മുന്നണി തന്നെയായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനെ പറ്റി എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? രാഹുലിൻ്റെ പ്രശ്നത്തിൽ എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായി പത്രമാധ്യമങ്ങൾ കൂടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ നമുക്കറിയത്തുള്ളൂ. എങ്കിൽ തന്നെയും ഇത്രയും പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടും മാങ്കൂട്ടം അതിനെ നിഷേധിക്കുകയോ അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുകയും ചെയ്യാത്തിടത്തോളം അത് വലിയൊരു പ്രതിസന്ധി ആണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കത്തക്കുള്ള തെളിവുകളുമായിട്ട് മുന്നോട്ട് വരണമായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുവരെ പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒന്നും അങ്ങനെ ഒരു കാര്യങ്ങൾ ഇതുവരെ വന്നതായിട്ട് വരുന്നില്ല. എന്നാൽ കോൺഗ്രസ് എടുത്ത നടപടി ഉടനെ തന്നെ നടപടിയെടുത്തു. അത് നല്ലൊരു കാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ അധികം താമസിക്കാതെ തന്നെ ചിലപ്പോൾ സമ്മർദ്ദങ്ങളുടെ മുഖത്തായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് UDF-നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാകാം. എന്തുമായാലും ഉടനെ തന്നെ നടപടിയെടുത്തത് കോൺഗ്രസിൻ്റെ ഒരു ധീരമായ നടപടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജേക്കബ് സാമുവൽ, ഇലന്തൂരാണ് വീട്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ പെടുന്ന വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ പെടുന്ന ഇലന്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മെമ്പറാണ്. മോഹൻലാലിൻ്റെ ജന്മനാടും കൂടിയാണ്. അതെ മോഹൻലാൽ, അത് ഞങ്ങൾക്ക് അഭിമാനമാണ്. മോഹൻലാലിൻ്റെ ജന്മനാട് പലരുമുണ്ട്. ജില്ല മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ മീര ജാസ്മിൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ രാജു ഉൾപ്പെടെയുള്ള അനേരം. അത് പ്രത്യേകിച്ച് മോഹൻലാൽ ഞങ്ങളുടെ ദേശക്കാരനാണ്, ഇലന്തൂർക്കാരനാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനവും അതുപോലെ തന്നെ വലിയ നല്ല രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മോഹൻലാലിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടോ? അല്ല, അങ്ങനെ ബന്ധമില്ല. വീടുകൾ കണ്ടിട്ടുള്ളൂ, അങ്ങനെ മോഹൻലാലിനെ പരിചയമില്ല. എന്നാൽ വീടും പരിസരവും അവരുമായിട്ടൊന്നും നമുക്കങ്ങനെ ബന്ധമില്ല. എങ്കിൽ തന്നെയും നമുക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ മഹാനടനായി മാറിയത്. മോഹൻലാൽ ജനിച്ച വീടാണ് അല്ലേ? അതെ ജനിച്ച വീട്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാലും അല്ലല്ല, എലന്തൂരാണ് ജനിച്ചത്. വളർന്നതും ആദ്യത്തെ കാലഘട്ടം കുട്ടിക്കാലം വളർന്നതും അവിടെ തന്നെയാണ്. അവിടെയുള്ള ഒത്തിരി സുഹൃത്തുക്കൾ എലന്തൂര് ഉണ്ട്. എൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. വീണ ജോർജുമായിട്ട് അടുത്ത പരിചയമുണ്ട്, ബന്ധമുണ്ട്? വീണ ജോർജുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, ഉണ്ട്. കാണാറുമുണ്ട്. എൻ്റെ മാതാവ് മരിച്ചപ്പോൾ അവിടെ വന്നിരുന്നു. മറ്റു പല കാര്യങ്ങളും കാണുകയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.